പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിലും അംഗങ്ങൾക്കെതിരായ കൂട്ട നടപടിയിലും പ്രതിഷേധിച്ച് ഡൽഹിയിൽ എംപിമാരുടെ മാർച്ച്. വിജയ് ചൌക്കിൽ കനത്ത സുരക്ഷ ഒരുക്കിയാണ് ഡൽഹി പോലീസ് മാർച്ചിനെ നേരിട്ടത്. ഇന്ത്യ സഖ്യ നേതാക്കൾ നാളെ ജന്തർ മന്ദറിലും പ്രതിഷേധം സംഘടിപ്പിക്കും. സഭ സുഗമമായി സമ്മേളിക്കാൻ പ്രധാനമന്ത്രിക്ക് താൽപ്പര്യമില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദി വിശദീകരണം നൽകേണ്ടത് സഭയിലാണെന്നും ഖാർഗെ പറഞ്ഞു. അതേസമയം പ്രതിഷേധങ്ങൾക്കിടയിലും ഇരുസഭകളും ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുകയാണ്. പാർലമെന്റ് അതിക്രമ കേസിൽ ഒരാൾ കൂടി ഇന്ന് കസ്റ്റഡിയിലായിട്ടുണ്ട്. ബംഗളൂരു സ്വദേശിയായ എഞ്ചിനീയറെ ചോദ്യം ചെയ്യലിനായി ഡൽഹിയിലെത്തിച്ചു. കർണാടകയിലെ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് കസ്റ്റഡിയിലുള്ളത് എന്നാണ് സൂചന. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കേസിൽ പിടിയിലായ ഡി മനോരഞ്ജനാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇത് സംബന്ധിച്ച് തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പുക ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിതിൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, എംപിമാരുടെ പ്രതിഷേധം എങ്ങനെയായിരിക്കും അടുത്ത ദിവസങ്ങളിൽ? സഭ ഈ സെഷൻ നാളെ അവസാനിക്കുകയാണല്ലോ. അപ്പോൾ നാളെ വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടികൾ പാർലമെന്റിന് പുറത്ത് ജന്തർ മന്ദറിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന റിപ്പോർട്ടുകളും ഉണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ 143 എംപിമാർക്ക് കൂട്ടമായിട്ടുള്ള സസ്പെൻഷൻ നേരിടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പാർലമെന്റിലേക്ക് പുറത്തേക്ക് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷ എംപിമാർ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ എംപിമാർ ഇന്ന് വിജയ് ചൌക്കിൽ പാർലമെന്റിലെ 1-ാം നമ്പർ ഗേറ്റിൽ നിന്ന് ഈ വിജയ് ചൌക്കിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുകയും നാളെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദർ കൂടാതെ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധ നടപടി തുറന്നു കാട്ടാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരുടെ തീരുമാനം. എന്തായാലും പ്രതിപക്ഷ ശബ്ദമില്ലാതെ തന്നെ ഇപ്പോൾ പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ പാർലമെന്റ് പുകയാക്രമണ കേസിൽ 2 പേർ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നത്. ഒന്ന് ഉത്തർപ്രദേശ് സ്വദേശിയും മറ്റൊന്ന് ബംഗളൂരു സ്വദേശിയുമാണ് കസ്റ്റഡിയിലായത്. ബംഗളൂരു സ്വദേശി ഒരു എഞ്ചിനീയറാണ്. ഇദ്ദേഹം മനോരഞ്ജന്റെ റൂംമേറ്റ് ആയിരുന്നു. മാത്രമല്ല കർണാടകയിലെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി ഈ പ്രതികളുമായുള്ള ആശയവിനിമയം ഇത് തന്നെയാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം ഉത്തർപ്രദേശിൽ നിന്ന് അറസ്റ്റിലായ അതുൽ കുൽശ്രേഷ്ഠ ഭഗത് സിംഗ് ഫാൻ ക്ലബിലെ അംഗമായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. ശരി നിതിൻ, എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. പാർലമെന്റിനകത്ത് പ്രതിഷേധം ഉണ്ടെങ്കിലും സഭാ നടപടികൾ തുടരുന്നു. പാർലമെന്റിന് പുറത്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ. നാളെയും അതിന് ജന്തർ മന്ദർ സാക്ഷ്യം വഹിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.